അല്ലേ സദാ പിന്നെ ശിവ. ഹലോ നമസ്കാരം. ഹായ് നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതെ. അപ്പൊ ഇന്ന് നമ്മള് പോവാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ നമുക്ക്. എന്താണ് ഞങ്ങളിപ്പോ രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. എന്നിട്ട് അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ ഒരു ആഗ്രഹം, മീൻ പൊള്ളിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു പരിപാടി തുടങ്ങിയല്ലോ. മീൻ ഗ്രില്ല്, പൊള്ളിക്കല്ലേ ഗ്രില്ല്. എന്തായാലും ഫിഷ് ഗ്രില്ല് ചെയ്തിട്ട് ചെറിയൊരു പ്ലാൻ. ഞങ്ങൾ രണ്ടും കൂടെ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അതിൽ വേറെ സംഭവം എന്താ, നമ്മുടെ ഒന്നുമില്ല, ഗ്രില്ലില്ല, പിന്നെ മസാലില്ല, ഫിഷ് ഇല്ല. അപ്പൊ ഇതെല്ലാം സെറ്റ് ആക്കാന്ന് നമുക്ക് കാണിച്ചിട്ട് വീഡിയോയിലേക്ക് പോകാം, തുടങ്ങാം. അപ്പൊ ഞങ്ങൾ രാവിലെ അംഗത്തിന് ഇറങ്ങുകയാണ്. താങ്ക് യു. വാ, സ്റ്റെപ്പ് ഇറങ്ങി പോണം. നമ്മൾ നമ്മുടെ ശകടത്തിലേക്ക് കയറുന്നു. ഇതാണ് നമ്മുടെ സ്വന്തം ശകടം. അപ്പം നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അതെ, സമയത്രയായി? സമയം 9:30. ഇവന് എനിക്ക് നേരം വൈകി. ഞാൻ ഒരു 8:30 തൊട്ട് രാവിലെ വേറെ പരിപാടി ഉണ്ടായിരുന്നോ? എന്താണ് പരിപാടി? രാവിലെ നമ്മുടെ ആശിഷിന്റെ വീട് ഒരു പോട്ടൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ പോയി ആശിഷ് അടുത്തില്ലേ, അലോക് AKU വ്ളോഗ്സ്, ആശിഷ് കണ്ണനുണ്ണി വ്ളോഗ്സ്. അതെ, കണ്ണനുണ്ണി വ്ളോഗ്സ് ഉണ്ട് നമ്മുടെ ഇൻസ്പിറേഷൻ. യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ളത്. നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഒക്കെ കണ്ടു കാണും. ഞങ്ങളുടെ ഒരു പാലക്കാട് യാത്ര, തൃശ്ശൂർ യാത്ര, ഇവന്റെ വീട്ടിലോട്ടും നമ്മുടെ ഐശ്വര്യയുടെ വീട്ടിലോട്ടും ഒക്കെ ഉള്ളൊരു യാത്ര നിങ്ങൾ കണ്ടു കാണാം. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ. പിന്നെ ഞങ്ങൾ രണ്ടും തീറ്റപ്പിനാന്തന്മാരായതുകൊണ്ട് നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് വലിയ വലിയ ഹോട്ടലുകളല്ല, ചെറിയ ചെറിയ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതെ, നൈറ്റ് പരമാവധി നമുക്ക് സമയം കിട്ടുമ്പോഴേ എക്സ്പെൻസീവ് ഫുഡ്സ് ഞങ്ങൾ മാക്സിമം ഒഴിവാക്കും. അപ്പൊ അതും കൂടി നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അതെ, അങ്ങനെ ഒരു യാത്രയിലാണ് ഇപ്പൊ ഞങ്ങള്. ഒന്നുമില്ല, ലോക്കൽ അല്ലെ. ഇപ്പൊ രാവിലെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഒരു ചായ, ഒരു മസാല ചായ, അതാണ് പ്ലാൻ. മനസ്സിലൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്, ഉണ്ടോന്ന് അറിയത്തില്ല. ഏതാ ഹോട്ടൽ? അത് നമ്മുടെ മാമൻ പറഞ്ഞ പോലെ ആദ്യം അതുണ്ടോന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹോട്ടലിലോട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രതിവിധി നമ്മള് ഉണ്ടാക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. എന്തായാലും കരമനയാണുള്ളത്. കരമനയിൽ ശ്രീ ആനന്ദാസ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ്. ഇവിടുത്തെ ട്രിവാൻഡ്രംകാർക്കൊക്കെ എന്തെങ്കിലും അറിയാവുന്ന ഒരു ഹോട്ടലായിരിക്കും. സായ് ആനന്ദാസ് പ്യൂർ വെജിറ്റേറിയൻ. അതായത് നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഉണ്ടല്ലോ, എല്ലാ ട്രിവാൻഡ്രംകാർക്കും അറിയാം. ഗുഡ് മോർണിംഗ് ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ശ്രീ ആനന്ദാസ് പ്യൂർ വെജിറ്റേറിയൻ. വെയിൽ തീരെയില്ല കേട്ടോ. നീ വന്നേ വാ. ഒരു ഗീ റോസ്റ്റ് പറഞ്ഞേ, പെട്ടെന്ന് യാദൃശികമായിട്ട് നമ്മള് രണ്ടാൾക്കാരെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. നിങ്ങൾക്ക് തീരെ ആൾക്കാരുണ്ടാ? തുടങ്ങി വരുന്നത് രണ്ടാമത്തെ മീറ്റിംഗ് ആയിരുന്നു കമ്പനി. അതല്ല ആരെങ്കിലും പറയുന്നത്. അപ്പൊ ഞങ്ങളെന്തായാലും കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം പറയാം. അപ്പോ ഞങ്ങള് ഫുഡ് കഴിച്ചിറങ്ങി. ഗീ റോസ്റ്റ് ഇവിടുന്ന് റൈറ്റ്. നമ്മുടെ ഗിരീഷിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, വഴി പഠിക്കാൻ ഇച്ചിരി താമസമാണ്. അല്ല, അതെന്താ നമ്മള് സ്ഥിരമായിട്ട് പോകുന്ന ഇതേ നോക്കണ്ട, ബസ് വരുന്നുണ്ട്. ഈ നമ്മ വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ കുഴപ്പമില്ല. അതെ, അത് സത്യം. നമ്മൾ വണ്ടി അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് റോഡ് നമുക്ക് മനസ്സിലാവും. സൈഡിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്നിരിക്കത്തില്ല. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി ഞങ്ങളുടെ അടുത്ത മിഷനിലേക്ക് ഞങ്ങൾ പോവാണ്. ഫിഷ്
ഏത് ഫിഷ് അവിടെ അവൈലബിൾ ആയിരിക്കും അറിയത്തില്ല. ഞങ്ങൾ മാർക്കറ്റിലോട്ടാ പോകുന്നത്. നമ്മുടെ പൂജപ്പുര ഫിഷ് മാർക്കറ്റ്. നേരെ മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിക്കുന്നു, മസാലക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നു, സെറ്റപ്പ് ആക്കുന്നു, നേരെ അരയ്ക്കുന്നു, അരപ്പാക്കുന്നു. എന്നുള്ളത് അറിയത്തില്ല. ആദ്യത്തെ പരിപാടികളാട്ടോ, ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതെ. ഇതിനു മുമ്പ് സത്യം പറഞ്ഞ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ 2 പേര് കൂടിയിട്ട് ഇതുവരെ ഞാൻ ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൂട്ടം കൂടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമോ. ഞങ്ങളിപ്പോ പൂജപ്പുര എത്തി. പൂജപ്പുരന്ന് നമ്മുടെ ഫിഷ് മാർക്കറ്റിന് അങ്ങോട്ട് തിരിയാണ്. അങ്ങനെ നമ്മള് ആ ഫിഷ് മാർക്കറ്റിലോട്ട് കിടക്കുന്നു. പൂജപ്പുരയിലുള്ളത് കേട്ടോ. ഇവിടെ പൂജപ്പുരക്കാർക്ക് അറിയായിരിക്കും. ഫിഷ് ഇവിടെ ഇഷ്ടമാണ് മീനുണ്ട്. പിന്നെ കണ്ണാടി ഉണ്ടാവാൻ ഇതാ നമ്മുടെ ചേട്ടനാണ്. ബിബി ഏത് മീനെടുക്കും? അപ്പൊ നമ്മളിവിടെ തിരിയുന്നുണ്ട്. നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ മീൻ ഇവിടെ നമ്മൾ കാണാനില്ല. എന്തായാലും ഒന്ന് നോക്കട്ടെ. എല്ലാം കറി വെക്കാനും വറക്കാനും പറ്റുള്ള മീനുകളാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും പാടില്ല, നമ്മളെന്തായാലും മേടിക്കും. ഇവിടെ എല്ലാം ചാള, ചൂര, പിന്നെ അയില, അങ്ങനത്തെ ഒക്കെ മീനുകളാണ്. ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ്. എന്തായാലും നോക്കാം. ഇത് നമ്മുടെ സീരിയല് കാണുന്ന ഒരു അമ്മൂമ്മേട്ടാ. എവിടെയാ ആ ലാലേട്ടൻ്റെ വീടിൻ്റെ അവിടെ, അതായത് പൂജപ്പുറത്ത് കയറുമ്പോ. ഓ വന്നു പറഞ്ഞ് ഗിരീഷിനോട് ചോദിച്ചു, അതായത് ആര്യനോടാണ് ചോദിച്ചത് വണ്ടി പിടിക്കാൻ പോയത് നിർത്തിയെന്ന്. നമ്മള് മറ്റേ പാഴ്സൽ സർവീസിന് പോയിട്ടുണ്ടല്ലോ ആര്യൻ. ചെറിയൊരു പാളിച്ച പറ്റി. നമ്മുടെ പൂജപ്പുര ഫിഷ് മാർക്കറ്റിൽ ഗ്രില്ല് ചെയ്യാൻ പറ്റിയ മീനില്ല. അപ്പം നമ്മൾ നല്ലൊരു മീൻ നോക്കി പോവാം. രണ്ടത്തി കട ഇവിടെ ചോദിച്ചതാ. ശരി ചേട്ടാ, ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഇപ്പോഴേ നല്ല മീൻ എവിടെ കിട്ടും? നല്ല മീൻ, അതായത് ഇച്ചിരി ഞായറാഴ്ച ഇല്ലേ? ഇന്ന് അത്യാവശ്യം നമ്മള് ഫിഷ് മേടിച്ച് ഗ്രില്ല് ചെയ്യാൻ പറ്റുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ വലിയ മീനുകളോ ചെറിയ സൈസ് മതിയാ? കുറച്ച് വലിപ്പമുള്ളത് ചുട്ടെടുക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യോ, അത് ഇപ്പോഴുള്ള മീനാണ്. നമ്മളിവിടെ അങ്ങോട്ട് പരീക്ഷവന്റെ അങ്ങോട്ട് പോയില്ലേ, വടത് സൈഡിൽ 2-3 പേരുണ്ട് മക്കൾ, അവിടെ അതാകുമ്പോ നമ്മളെ പച്ച മീനാണ് അപ്പോഴും കൊണ്ടുവന്നത്. അങ്ങനെ നമ്മുടെ പരീക്ഷ അങ്ങനെ ബാങ്ക് ഇരിക്കില്ലേ, അവിടെ 3 പേരിരിക്കും. അവിടെ നോക്കിയിട്ട് ഇവിടുന്ന് പച്ച നോക്കി വാങ്ങിക്കാം. ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോ നമുക്ക് കണ്ടത് കണ്ടില്ല. പരീക്ഷവന്റെ അവിടെ ഉണ്ട്, അപ്പോഴും കൊണ്ടുവരുന്നതാണ്. അപ്പൊ എല്ലാവരുടെ അന്വേഷണം പറഞ്ഞോളൂ. എന്റെ പേരിന് ഞങ്ങൾ അവിടുന്ന് വന്നപ്പോഴേ വണ്ടി മാറി കയറി, വണ്ടി മാറിപ്പോയി. അവരും 2 പേരും വലിയ കമ്പനി, മറ്റേ ശിവനും മറ്റേ അവര് വലിയ കമ്പനി ഇവിടെ കാപ്പിടിക്കാൻ വരും. ആണല്ലേ? ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇവിടെയാ, അപ്പൊ സാറ് അവിടെ നോക്കിയിട്ടുണ്ടോ? പരീക്ഷ ബാങ്ക് ഇരിക്കില്ലേ, ആ സൈഡ് ഞാൻ പറഞ്ഞോ? എല്ലാവർക്കും നല്ല സ്നേഹമാണ് കേട്ടോ. എല്ലാരും ആ ചേട്ടൻ ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ നമ്മുടെ കൂടെ വരണോന്ന് വരെ ചോദിച്ചു. അല്ല ശരിക്കും നമ്മളവിടുന്ന് കടന്നതിന് വരുമ്പോ ചേട്ടൻ ചിരിച്ചായിരുന്നു നമ്മുടെ അടുത്ത്. ചിരിച്ചത് വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, അതിന്റെ തൊട്ട് പുറകിൽ വേറൊരു വെള്ള കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവൻ സംസാരിച്ചത് അത് ആ ചേട്ടന്മാര് കണ്ട് ചിരിച്ചു. ഇതിന് പിന്നെ ഞങ്ങള് നല്ല ഫ്രഷ് ഫിഷ്, അതാണ് നിങ്ങളിപ്പോ കണ്ടത്. അവരോട് ഞങ്ങൾ ചോദിക്കുമായിരുന്നു അവിടെ കിട്ടുന്നത്. നോക്കാം. ഞങ്ങളിത് പാളയം മാർക്കറ്റിലാണ്. ഞങ്ങളിനിപ്പോ ഫിഷ് മേടിക്കാൻ പോവാണ്. പാളയം മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ട് അലിബായിക്ക് അത് പാളയം മാർക്കറ്റ് പാളയം മാർക്കറ്റ് കൊള്ളാം.
ഇവിടെ കുറെ പേരുണ്ട് കേട്ടോ, നമ്മുടെ സീരിയൽ കാണുന്ന ഒത്തിരി പേരുണ്ട്. ഞാനിങ്ങനെ താമസിക്കുന്നത് കൂട്ടിപ്പെടില്ല, ശരിക്കും തൃശ്ശൂരാണ്, കോട്ടയം. ചില രംഗം വരുമ്പോ കാണും. നമ്മൾ ഉച്ചയാകുമ്പോ പോകും. ഇന്നില്ലല്ലോ, നാളെ ഉള്ളൂ. ഞായറാഴ്ച കണ്ടോടെ എനിക്ക് മനസ്സിലായി. വെളുപ്പിലെ കറണ്ടാണ്. അച്ഛൻ വല്ലാത്തൊരു അച്ഛൻ തന്നെ. അച്ഛൻ അത് അഭിനയിക്കുന്നതാണ് അല്ലേ? വണ്ടിയിൽ പോയല്ലേ സാധനവും കൊണ്ട് വന്ന് ക്ഷീണം കൊണ്ട് കിടക്കുന്നു. ഇന്നലെ വെള്ളം കിടന്ന് വിളിക്കുന്നു ആഹാരം കഴിക്കാൻ വേണ്ടിട്ട്. എല്ലാവരും കാണാറുണ്ട്, ഇവിടെ വന്നപ്പോ ഒരു വിശേഷനുണ്ട്. ഇതാണ് നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോകുന്ന ഫിഷ്. ഇതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന ഫിഷ്. ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത്. ആരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സെറ്റപ്പ് ആക്കി തരുന്നു. അങ്ങനെ മീനും മേടിച്ച് പിന്നെ മസാലക്കുള്ള കുറച്ച് ഇഞ്ചി പച്ചമുളക് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോ ഈ അംഗത്തിനുള്ള പുറപ്പാടാണ്. അതെ, എന്തായാലും മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. ഞങ്ങൾക്ക് വേറെ ഒരാളുടെ കൂടെ സഹായം വേണ്ടി വരും അല്ല ഗിരി? അതെ, ആദ്യം ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അതെ, നമ്മളിനി ഗ്രില്ലെടുക്കണം, പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എന്തായാലും കാണിച്ചു തരാം. അതെ, ഞങ്ങളിപ്പോൾ അംഗം തുടങ്ങി കഴിഞ്ഞു. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല, വരുന്ന വഴിക്ക് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരാളുടെ കൂടെ സഹായം വേണ്ടി വരും പറഞ്ഞു. ഒരു വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞല്ലേ? ആ വീടാണ് ഈ വീട്. ഇത് നമ്മുടെ സ്വന്തം ആശിഷ് കണ്ണനുണ്ണിയുടെ വീട്. അതെ, AKU വ്ലോഗ്സ്, ആശിഷ് കണ്ണനുണ്ണി വ്ലോഗ്സ്, ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ മറ്റേ അരക്കാനും പിടിക്കാനുള്ള പരിപാടിയൊന്നും സാധനമൊന്നുമില്ല. മിക്സിംഗ് പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കണ്ട അപ്പൊ ഇതൊക്കെ നീ തന്നെയാണോ എന്നൊക്കെ ചോദിക്കും അവര്. അതാണ് നമ്മുടെ പരിപാടി. അപ്പം തുടങ്ങി വെളുത്തുള്ളിയിൽ ഇഞ്ചിയിൽ ഞങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പയ്യെ ബാക്കി ഇങ്ങനെയാണോ ഇവിടെ നാരങ്ങ മുറിക്കുന്നത്? എടാ, നാരങ്ങ മുറിക്കുമ്പോ ഈ സാധനം കണ്ടാ, ഇതിനിങ്ങനെ ഇതിന്റെ വേണം മുറിക്കാൻ. അവന്റെ കയ്യിൽ കിട്ടി അതനുസരിച്ച് മുറിച്ച്. നോക്ക് ഗൈസ്, നാരങ്ങ മുറിച്ചോണ്ട. ഈ നാരങ്ങ എങ്ങനെ മുറിച്ചാലും പിഴിഞ്ഞാൽ വന്നേ വരുവുള്ളൂ. അത് വേറെ കാര്യം. നാരങ്ങ മുറിക്കുന്ന ഒരു കലയാണ്. ഇപ്പൊ ഈ നാരങ്ങ 4 പീസായി ഗൈസ്. നാരങ്ങ ഇട്ട് അടിച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനല്ലടാ, 3 പീസായിട്ടു ഗൈസ്. വെരി ഗുഡ്. അടുത്തത് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മള് കഴുകി വെച്ചിട്ടുണ്ട്. വേപ്പില, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, 3 കഷ്ണം നാരങ്ങ. കുറച്ച് ഇഞ്ചിയൊക്കെ നമുക്ക് എക്സ്ട്രാ വന്നു. കുഴപ്പമില്ല, നമ്മളിവിടെ കൊടുത്തിട്ട് ഇവരുടെ ഭാര്യ ഭർത്താവ് സുഖമായിട്ട് താമസിക്കില്ലേ. ആണ്ട വട മുട്ട കട. അപ്പൊ നമുക്കിത് എല്ലാം കൂട്ടി അരക്കേട്ടാ. ഐശ്വര്യമായിട്ടിടൂ. ആദ്യത്തെ പൊടികളുണ്ട് തട്ടിയുണ്ട്. അതിനാണ് ഞാൻ മുളക് പൊടി, കുരുമുളക് പൊടി, അവനെ പിടി മാറ്റിച്ചാൽ മതി. മഞ്ഞൾ പൊടി, ഇതെല്ലാം കറണ്ട് ഉപ്പ്, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടു. പിഴി, നാരങ്ങ പിഴി, നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. നാരങ്ങ അവന്റെ തോട് നാരങ്ങ ആണെന്ന് നാരങ്ങയ്ക്ക് പോലും മനസ്സിലാവരുത്. നാരങ്ങ, ഒരു ഫുൾ നാരങ്ങ നമ്മൾ അങ്ങോട്ട് പിഴിയാണ്. ഫുള്ള് വേണോ? പിന്നെ നല്ല രസം. ഫുള്ളില്ല, രസമില്ല.
നാരങ്ങ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് നേരെ കൊണ്ട് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് മിക്സി പ്രിമിറ്റീവ് ക്രീച്ചർ എന്ന് തോന്നുന്നു. നീയാണെന്ന് അതറിഞ്ഞാ മതി. തുറന്നേ നോട്ടെ എന്താ അവസ്ഥ എന്തായി നോക്കാം നമുക്ക്. അരഞ്ഞിരിക്കുന്നു സെറ്റ്. നമ്മുടെ മീൻ കിട്ടിയിരിക്കുന്നു. ഇതിന്റെ പേരെന്തായിരുന്നു? ഏതോ ഒരു പെണ്ണിന്റെ പേരാണ്. പേര് പറഞ്ഞ ഞങ്ങളുടെ ഇവിടെ നിന്ന് കേൾക്കാത്ത പേരാണ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഇപ്പൊ കഴിയട്ടെ. അതെ, ഈ മീൻ നിങ്ങൾ കണ്ടിട്ട് ഇത് കണ്ടിട്ട് അറിയാവുന്ന കമന്റ് ഇടൂ. കണ്ടിട്ട് കണ്ടേ നമ്മള് ഉപ്പും നാരങ്ങ നീരോടെ ചേർത്ത് ഇവനെ കഴുകി എടുക്കുകയാണ്. അവന്റെ മേത്ത് അങ്ങോട്ട് ഗ്രിപ്പ് അങ്ങോട്ട് തേച്ച് ഉപ്പും ലേശം ഉപ്പിട്ടാ ലാസ്റ്റ് നാരങ്ങ ഇട്ടിട്ട് ഇതൊക്കെ അതല്ല ഇങ്ങനെ കൈ കരുതുന്നത്. ഇതൊക്കെ നമ്മുടെ ഫിറോസിക്ക വല്ലതും കണ്ട അപ്പൊ വന്ന് പാലക്കാട് ഫിറോസിക്ക വല്ലതും കണ്ട ഏയ് എന്താ കാണേ എന്തത് എന്നൊക്കെ ചോദിച്ച് ഫിറോസിക്ക ചോദിക്കും, ഇത്ര ദാരിദ്ര്യത്തിലാണോടാ നീയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ നാരങ്ങ എടുത്തിട്ട് കുരുവേണ്ട നാരങ്ങായും കൂടെ ഇട്ടാവനെ അങ്ങോട്ട് നമ്മുടെ തേച്ച് മിനിക്ക് കല്യാണ ചെറുക്കനാക്കി. യെസ് ഗൈസ്, ഇനി ഒന്നുകൂടെ അവനെ നമ്മളങ്ങ് കഴുകി എടുക്കുന്നു. ഇതാണ് അങ്ങനെ അങ്ങ് തിന്നാൻ ഗിരിക്ക് തോന്നുന്നു അല്ലേ ഗിരി? ഇതെല്ലാം കണ്ട് എന്റെ കൈ പോകഞ്ഞിട്ട് ഞാൻ ഓട്ടോ ഉണ്ട്. അതാണോ അവനെ കാണണ്ടേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് എന്റെ കൈ പോകാനായിട്ട് അത്ര താല്പര്യമില്ല. നീ എന്താ കുന്നാരാ നീലടാ? അതെ, നിന്റെ കൈ പോകഞ്ഞ എന്റെ കൈ അല്ലേ പോകുന്നത്, അതുകൊണ്ട് എന്റെ കൈ തന്നെ ഞാനങ്ങ് പുകച്ചേക്കാന്ന് വിചാരിച്ചു. നല്ല അടിപൊളി മണം ഗൈസ് ഈ അരപ്പിന്റെ. ഞങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് പറയുന്നൊന്നുമല്ല അല്ലടാ. ഇവനെ നമ്മളിപ്പൊ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് അവനെ മാരിനേറ്റ് ചെയ്യാനൊരു വെപ്പ് വെക്കും. നമ്മൾ ഈ വരകി വെച്ചേക്കുന്നതിന് കണ്ണു നിറഞ്ഞടാ ഇല്ല. അത് ഫ്രഷ് മീനാണ്. അതെ ഫ്രഷ് മീനാ. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ കമന്റ് ഇടാൻ ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ പല ആൾക്കാരും ഉണ്ട്, മാമൻ ഉൾപ്പെടെ. നീയൊക്കെ മീനെ നമ്മളെ എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നെ. പക്ഷെ ആശിഷിനാണെങ്കിൽ ഒരു കല്യാണത്തിന് പോകണ്ടെന്നു, മാമനാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ബാക്കി എല്ലാവരും ഓരോ തിരക്കിൽ പെട്ട് കാരണോണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമായി. ഐശ്വര്യാണെങ്കിൽ എഴുന്നേറ്റിട്ട് കൂടിയില്ലേ 12 മണി. നന്നായി എടാ പൊട്ടാ, ആ വായയുടെ ഉള്ളിൽ കാണിക്ക് സോറി വായയുടെ ഉള്ളിലിട്ടതാണ്. ഇവന്റെ വായിക്കാൻ പോലെ നമ്മുടെ അരപ്പ് തീർന്ന് ഏകദേശം നല്ലതായിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കല്ലേ? നല്ല ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കുള്ളൂ. അങ്ങോട്ട് മൊത്തം പിടിക്കണം. എന്റെ കയ്യും കൂടെ ഇതിൽ ഉപ്പുണ്ടോ ടേസ്റ്റ് ചെയ്ത് ഉപ്പുണ്ടായിരുന്നു. അപ്പം ഫിഷ് എല്ലാം ഞങ്ങള് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് പുതിയ ആശിച്ച് മേടിച്ച പുതിയ ഗ്രില്ല് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, പിന്നെ അത് പറ്റാനുള്ള ശരി. നമ്മുടെ ഫിഷ് നല്ല സെറ്റപ്പായിട്ട് കിടക്കണം. അവനോട് ഉറങ്ങിക്കിടക്കാൻ അടിക്കട്ടെ ഗിരി, പൊളിക്കണ്ടേ? പിന്നെ അല്ല കമ്മാൻ വാ. അപ്പം ഫ്രിഡ്ജിലേക്ക് കയറ്റി സെറ്റാക്കി ബൈ. കേരള വാട്ടർ വർക്ക്സ് സബ്സ്ക്രിപ്ഷൻ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് വാട്ടർ അതോറിറ്റി. നല്ല ഭംഗിയുണ്ട്.
വെള്ളം കളി അതെ, കൊള്ളാം. ഞങ്ങള് നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് കരി തപ്പി വന്നതാണ്. അതൊക്കെ കുറച്ച് കരി കിടക്കുന്നല്ലാതെ ഞങ്ങൾക്ക് കരി കിട്ടിയില്ല ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കരിയില്ല. ചാക്കിൽ കരി ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ പൂട്ടിയേക്കണ ആയതുകൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ല. ടാസ്ക് വീണ്ടും പാളി ഗൈസ്. ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് കരി അന്വേഷിച്ച് പോയി ഒരു രക്ഷയില്ല, ഒരാ സ്ഥലത്തും കിട്ടാനില്ല ഞായറാഴ്ച ആയതുകൊണ്ട്. അവസാനം നമ്മൾ ആശിഷിന്റെ വീട്ടിൽ പോയിട്ട് ചിരട്ട മേടിച്ചിട്ട് വന്ന് ചിരട്ടിട്ട് കത്തിക്കാണ്. ചിരട്ട കത്തിക്കൊണ്ടിരിക്കണ്. ഇതെന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും തോറ്റു പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുറക്കെ പ്രഖ്യാപിച്ചോണ്ട് ഇതാ തുടങ്ങാൻ പോവാണ്. പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി, ഇത്തിരി ലേറ്റായി. എത്ര മണിയാണ് സമയം? 5:30. കുറച്ചു നേരം ഒന്ന് കിടന്നൊന്നും മയങ്ങാതെ വെച്ച് കിടന്നാ, പക്ഷെ ഇത്തിരി ഉറങ്ങിപ്പോയി. എന്തായാലും നമ്മള് രാത്രി 12 മണിയാലും ശരി ആ മീനെ തിന്നിരിക്കുക. അതെ ശിവ, ഒരു കർപ്പൂരം തീർന്നു എന്ന് ഉറപ്പാക്കിയപ്പോ അടുത്തത് മേടിച്ചു. രാമൻകുട്ടി കത്തിയില്ലടാ. എടാ കത്തട്ടാ, അല്ല ചുമ്മാ തോഞ്ഞു പോളൂ. കത്തിച്ചിട്ടൊന്നും അടിയിലേക്ക് കത്തണില്ല, അതുകൊണ്ടാണ് കത്തിട്ട്. ഒരു കടലാസത്ത് അതിന്റെ അടിയിലിട്ടൊന്നും കത്തിട്ടില്ല. ദൈവത്തോട് നിങ്ങളൊരു പൊങ്കാലിടരുത്. പിടിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ വർക്കൗട്ടായി വരുന്നു. ചേട്ടാ കത്തി. ആ മീൻ അവിടെ ഇരുന്ന് നമ്മളെ ഇതാ ശപിക്കുണ്ടാവും. കാലത്ത് കൊണ്ട് വെച്ചതാണ്, കാലത്ത് ഉച്ച അല്ലെ 11 മണിയൊക്കെ കൊണ്ട് വെച്ചതാണ്. അതെ, കത്തി ചേട്ട കത്തിട്ടുണ്ട്. പിന്നെ കർപ്പൂരത്തിന് മണം ഇഷ്ടമുള്ളൊരു ഒന്നിലേക്ക് അത്യാവശ്യം നന്നായിട്ട് കത്തിയിട്ടുണ്ട് അല്ലേ? നന്നായി കത്തിയിട്ടുണ്ടെന്ന് പറയാം. അയ്യോ ഇതിലാ പകുതി കളഞ്ഞിട്ടുള്ള തേങ്ങ. എനിക്ക് തോന്നുന്നു ഇത് ആശിഷ് ചേർന്നതായി തോന്നുന്നുണ്ട്. ആശിഷിന്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ് നാളെ ഈ സാധനങ്ങളൊക്കെ. ഇത് വെക്കണ്ടല്ലേ? കത്തില്ല, നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായി കത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല തീയായിട്ടുണ്ട്. ലൈറ്റ് എല്ലാം പോയി. ലൈറ്റ് പോയി. രാത്രി ഇപ്പൊ 7 മണി 6:30 ആയിട്ടുണ്ട്. 6:15 കഴിഞ്ഞു. 6:30. ലൈറ്റ് എല്ലാം പോയി, പക്ഷെ ഇവിടെ നല്ല ലൈറ്റ് ആയി. നല്ല ചൂടാണ്. കൽക്കരി കിട്ടാത്തോണ്ട് നമ്മൾ ചിരട്ടക്കരി ഉപയോഗിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങളുമായിട്ട് എടാ ആ സൈഡൊക്കെ അതിന്റെ കൂട്ടിക്കൂടി ഇട്ടു. മാറ്റേണ്ടി വരുമെന്നാണ് എന്റെ ഇനി ഞാൻ കുറച്ചധികം നേരമായിട്ട് അവിടെ സുഖിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം. അതെ, അവന്റെ സമയമായില്ലേ കൊണ്ടുവരാനുള്ളത്? ഇതല്ല, തീ കിടണം. ഈ പണ്ട് ഈ ചിരട്ട കത്തിച്ചിട്ട് ഈ അയൺ തേച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. പണ്ടല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ചില പഴയ ആൾക്കാർ അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഈ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു അയൺ ബോക്സ്. അതിനകത്ത് തേപ്പിടി അതിനകത്ത് കത്തിച്ചിട്ടിട്ട് ഇങ്ങനെ തേക്കുന്നത്. അങ്ങനെ പക്കയായിട്ട് ചുടിന് മാറിട്ടാണ്. വീട്ടിലുണ്ടായിരുന്നോ? എന്റെ വീട്ടിലുണ്ടായിരുന്നു. പണ്ട് സ്കൂളിൽ പോകുന്ന, പക്ഷെ കറണ്ട് പോകുമ്പോ ചില ദിവസങ്ങൾ രാവിലെ കറണ്ട് പോകുമല്ലോ. മരങ്ങളെ കളപ്പിച്ച് ഈ കച്ചിങ്ങൊക്കെ വരുമ്പോഴും മഴക്കാലം വരുമ്പോഴും കറണ്ട് പോകും. കറണ്ട് പോകുമ്പോഴത്തേക്കും രാവിലെ എങ്ങനെ അടിച്ചാൽ സ്കൂളിൽ പോകണമല്ലോ.
അപ്പൊ അതിന് വീട്ടുകാർ അരി കത്തിച്ച് തേച്ച് തരും. ഇവരാണ് നമ്മുടെ താരം. എന്നാലും നിങ്ങൾ തന്നെ വെറുതെ വിടൂലല്ലേ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാവും നടന്നു വരികയാണ് സുഹൃത്തുക്കളെ. നമ്മള് വെച്ചു. ഞാൻ ഈ പുക അടിച്ചു കഴിഞ്ഞാൽ അത് സീനാവില്ലേ? അടിക്കട്ടെ പുക അല്ലടാ ബാർബിക്യൂന്റെ സാധനം. പക്ഷെ മറ്റേ തന്നെ പുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി പുകയ്ക്ക് ഒരു ഫ്ലേവർ ഉണ്ട്. ചാർക്കോൾ സ്മോക്കി ഫ്ലേവർ. ദിസ് ഈസ് ചിരട്ട ഫ്ലേവർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നടക്കുന്ന പ്രതീക്ഷയില്ല കേട്ടോ. കാരണം ഈ കനല് കരി കിട്ടാണ്ടായിപ്പോ ഭയങ്കരമായിട്ട് സീനായി. കാരണം രാവിലെ തൊട്ട് മീന് എടുത്ത് വെച്ച് സെറ്റൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോ വരെ എടുത്ത് ഞങ്ങളിന്ന് മറ്റേ എന്താ പറയാ രാവിലെ തൊട്ട് മാസ്കറ്റിൽ പോയതും അതെ എല്ലാ വീഡിയോ എടുത്ത് വെച്ച് അവസാനം കരി കിട്ടാണ്ടായിപ്പോ ആകെ പണി വാളിന്ന് വിചാരിച്ച് അവസാനം നമ്മള് കൊണ്ടുവന്ന് കരി കൊണ്ടുവന്ന്. അപ്പൊ അതിന് ആശീഷിന് നമ്മുടെ വക ഒരു വലിയൊരു താങ്ക്സ്. കണ്ട നമ്മുടെ മീൻ കിടന്ന് വേവുന്നുണ്ടോ? നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ലേശം വെളിച്ചിട്ടാവും അല്ലേ? നല്ല സ്മെല്ല് ഉണ്ട് കേട്ടോ. വെന്തുടങ്ങിട്ടോ ഫിഷല്ലടാ പടയെന്നാവും. ഒരു ചെറിയൊരു പണി കിട്ടിയായിരുന്നു. ആശിഷേ നീ ബെസ്റ്റ് ക്വാളിറ്റിയിൽ മേടിച്ച സാധനമല്ലടാ നിന്റെ മറ്റേ ബാർബിക്യൂ. നോക്ക് കാണ് അതിന്റെ പിടിയിലെ കളറാണ്. അത് എത്ര കഴിഞ്ഞിട്ട് പോകണല്ലേ പാവം. നാളെ ഷൂട്ടുള്ളതാണ്. കഴുകി നന്നായി കഴുകി. ആ സാധനത്തിന് ഇതിലും പെട്ടെന്ന് കളർ പിടിച്ചല്ലോ എന്റെ കയ്യില്. അപ്പൊ നമ്മുടെ മീൻകുട്ടൻ ഏകദേശം ഇറക്കേണ്ട വരുവായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ നല്ല മണം വരുന്നു. നല്ല മണം വരുന്നുണ്ട്. ഇത് ഏത് മീനും നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അതിന്റെ പേര് രാവിലെ പറഞ്ഞായിരുന്നു, പക്ഷെ ഞങ്ങൾ മറന്നുപോയി. അത് ഞങ്ങൾ ഇനിയിപ്പം ചന്തയിൽ ചെന്നിട്ട് ആ ചേട്ടനോട് ഒന്നുകൂടെ ചോദിച്ച് സെറ്റ് ആകുന്ന. കാരണം ചേട്ടനോട് ഓൾറെഡി ഞങ്ങൾ കമ്പനിയായി. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഏത് മീൻ അറിയാവുന്ന ആരെങ്കിലും കമന്റ്. പിന്നെ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ പറയാം. അതെ, പിന്നെ നെഗറ്റീവ് ആണെങ്കിൽ ഞങ്ങൾ നെഗറ്റീവ് എന്ന് പറയും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് അല്ലേ? ഉറപ്പായിട്ടും. നമ്മൾ മറ്റേ പോലെ അല്ല. അതെ അതെ, ഞങ്ങള് എന്ത് കഴിച്ചാലും നല്ല എന്ന് പറയുന്ന പോലത്തെ ആൾക്കാരല്ല. അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് സംഭവം. നമ്മൾ എടുക്കാണ് കേട്ടോ. നമ്മളവനെ അങ്ങനെ പൊക്കി എടുത്തോണ്ട് വരികയാണ് ഗൈസ്. സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം. കിട്ടില്ല നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്തായാലും നമുക്കിത് ഇനി ഇവനെ നമുക്കങ്ങ് തീർക്കണം. ഒരു ചില്ല് കൂടി ഉണ്ടെങ്കിൽ കളിക്കാനല്ലേ? ഓക്കെ, അങ്ങനെ നമ്മുടെ ഓഹോ ഇനി അവനെ അങ്ങ് ഒന്ന് പിച്ചി ചീന്ത്. ഒടുവിൽ നമ്മുടെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടായി. അതെ, എന്തൊക്കെയാ ഒരു പീസ് എടുക്കുന്നത്? നടുക്കഷ്ണം തന്നെ അങ്ങോട്ട് തിന്നാലോ. എടാ മോനെ, നല്ല ചൂട് സാധനല്ലേ? എങ്ങനെയുണ്ട്? സത്യം പറ നീ. ഞാൻ പറഞ്ഞ ബ്ലോഗിനെ സൂപ്പർ ആണോ? ഞാനൊരു സാധനം എടുക്കട്ടെ. ഞങ്ങളെ ഉപ്പ് ഒരു പൊടിക്ക് പോയി കാണും ഫ്രണ്ടിലോട്ട് കൂടുതലാ. പക്ഷെ അത് കുഴപ്പമില്ല, അത് വിടാം. അത്ര കൂടുതലില്ല. അത് എന്റെ ഉപ്പ് എന്റെ ഉപ്പൊക്കെ വേറെ ആയിരിക്കും. നോക്കട്ടെ. പക്ഷെ സൂപ്പർ. ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക അങ്ങോട്ട് പോയി എടുത്ത് നോക്കങ്ങോട്ട്.
അയ്യോ സത്യം പറയല നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾക്ക് സത്യമായിട്ടും അടിപൊളി നന്നായി കുക്കായിട്ടുണ്ട് മസാല ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് പിന്നെ ആരാ മസാല തേച്ചത്? ആരാ? അപ്പൊ ഞങ്ങള് കഴിച്ച് ഒരു സൈഡ് ഫിനിഷായി. ഇനി ഒരു സൈഡ് കണ്ട ഒരു സൈഡ് തീർന്നു. ഇനി നമ്മൾ പറഞ്ഞ പോലെ പൊന്നിക്ക് കുറച്ച് കൊടുക്കണം. കാരണം ഇത്രയും ഭാഗം പൊന്നിക്ക് ഞങ്ങൾ ബോർഡർ അനുസരിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മളെ ഒത്തിരി സഹായിച്ച. അതെ അപ്പൊ നമ്മള് പൊളിയാണ് ഇല്ല സദാ. അതെ ശിവ. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ഇന്നത്തെ ഇവിടെ തീരാണ്. ഇനിയും ഇതുപോലത്തെ കുറെ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അല്ലേ സദാ? പിന്നെ ശിവ ഞങ്ങളെ വീണ്ടും സഹിക്കേണ്ടി വരും. അതെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അല്ലേ സദാ? പിന്നെ ശിവ.